Fiscal policy. Fiscal policy refers to governmental use of taxation and spendings to influence the conditions of the economy. സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. നേരത്തെ സെൻട്രൽ ബാങ്കിന്റെ ആയിരുന്നു മോണിറ്ററി പോളിസി. ഓക്കെ, ഇതിലെന്ത് ചെയ്യുന്നത്, ടാക്സേഷനും അതേപോലെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്സും ആയിരിക്കും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിക്ക്, ഏത് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിക്ക്? എക്കണോമിക് ഒബ്ജക്റ്റീവ് അല്ലേ നേരത്തെ പറഞ്ഞേ, ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, പ്രൈസ് സ്റ്റെബിലിറ്റി. മാക്രോ എക്കണോമിക് പോളിസിയിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റീവും മീറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പോളിസിയിലൂടെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസിഷൻസും പ്ലാൻസ് ഒക്കെ ആയിരിക്കും ഇതിലുണ്ടാവും. ഇതിലും ഫിസിക്കൽ പോളിസിയിലും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പോളിസി വരുന്നുണ്ട്. എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ഉണ്ട്, കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ഉണ്ട്. ഓക്കെ, എന്തായിരിക്കും എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി? എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം? എക്സ്പാൻഷണറി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? പബ്ലിക്കിലേക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യല്ലേ വേണ്ടേ? ഇപ്പൊ റിസഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? റിസഷൻ പോലത്തെ സിറ്റുവേഷൻ ആണ്. എന്തില്ല, പബ്ലിക്കിന്റെ കയ്യിൽ അധികം എന്തില്ല, ഇൻകം ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ പോയിട്ട് പിന്നെയും ടാക്സ് കൂട്ടാൻ പാടുണ്ടോ? പബ്ലിക്കിന്റെ ഇടയിൽ ഒട്ടും ഇൻകം ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ പോയിട്ട് ടാക്സ് കൂട്ടാണ്. അപ്പൊ ടാക്സ് കുറക്കാണ് വേണ്ടത്. ടാക്സ് കുറക്കുക, ഗവൺമെന്റ് കൂടുതൽ എന്ത് ചെയ്യുക, കൂടുതൽ സ്പെൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിക്ക്? ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിക്കൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി. ഗവൺമെന്റിന്റെ സ്പെൻഡിങ്സ്, ഗ്രോത്തിലേക്കുള്ള സ്പെൻഡിങ്സ് എവിടെ ഉദ്ദേശിച്ചിട്ടാ? ഗവൺമെന്റിന്റെ സ്പെൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? പബ്ലിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എന്തോ ആവാം. പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുക, എന്തിന്, ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിക്കോ അല്ലെങ്കിൽ എന്താണ് പബ്ലിക്കിലേക്ക് എന്തെങ്കിലും അസിസ്റ്റൻസോ ഗ്രാൻസോ സബ്സിഡിയോ എന്തോ ആവാം. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിക്കുള്ള എന്ത് സ്പെൻഡിങ്സോ ആവാം. അപ്പൊ അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ എക്കോണമിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി. ടാക്സ് വളരെ കുറച്ച് ചാർജ് ചെയ്യുക. കോൺട്രാക്ഷണറി ആണെങ്കിലോ, ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താ, എന്ത് സിറ്റുവേഷനാ? ഇൻഫ്ലേഷൻ ഒക്കെ കൂടുതലുള്ള സിറ്റുവേഷനാണ്, നല്ല മാർക്കറ്റ് ബൂം ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ അതെന്ത് ചെയ്യുക, കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് കുറക്കാൻ വേണ്ടിക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് ഗ്രോത്തിലേക്കൊന്നും അധികം സ്പെൻഡ് ചെയ്യൂല. കാരണം ഇനിയും ഗ്രോത്തിലേക്ക് സ്പെൻഡ് ചെയ്ത് എന്താ സംഭവിക്കാം, വീണ്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, അപ്പൊ വീണ്ടും ഇൻകം കൂടും. അതിനെ പകരം എന്ത് ചെയ്യുക, ഗവൺമെന്റ് സ്പെൻഡിങ്സ് കുറക്കുക, എന്നിട്ട് ടാക്സ് കൂട്ടുക, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ എന്ത് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക. ഇതായിരിക്കും കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസിയിൽ നടക്കാൻ പോകുന്നത്. എക്സ്പാൻഷണറി പോളിസി റെസ്പോണ്ട് ടു റിസഷൻ ബൈ ലോവറിംഗ് ടാക്സ്. റിസഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ടാക്സസ് കുറക്കുക, ഗവൺമെന്റ് സ്പെൻഡിങ്സ് കൂട്ടുക, സ്റ്റിമുലേറ്റ്സ് ഡിമാൻഡ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള സകല ആക്ഷൻസ് ആൻഡ് പ്ലാൻസ് എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം.